അടിമാലി വെള്ളത്തൂവലിന് സമീപം വീടിന് തീപിടിച്ച ഒരാൾക്ക് ദാരുണാന്ത്യം. വെള്ളത്തൂവൽ സ്വദേശി വിക്രമൻ എന്ന് വിളിക്കുന്ന റെജികുമാറിന്റെ വീടാണ് കത്തിനശിച്ചത്. സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്നുവെന്ന് കരുതുന്ന വിക്രമന്റെ സഹോദരനായ ശശീന്ദ്രനാകാം മരണപ്പെട്ടിട്ടുള്ളതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പടക്കം പൊട്ടിക്കുന്നതിനിടയിലാകാം വീടിന് തീപിടിച്ചതെന്നാണ് വിലയിരുത്തൽ. ഇന്നലെ രാത്രി 8:30യോടെയായിരുന്നു സംഭവം നടന്നത്. വെള്ളത്തൂവൽ കല്ലാർകുട്ടി റോഡരികിലാണ് അഗ്നിക്കിരയായ വീടുള്ളത്. വിക്രമൻ തനിച്ചായിരുന്നു ഈ വീട്ടിൽ താമസിച്ചു വന്നിരുന്നത്. ഇടയ്ക്കിടെ സഹോദരൻ ശശീന്ദ്രൻ വിക്രമന്റെ വീട്ടിലെത്താറുണ്ടായിരുന്നു. ഇന്നലെ ശശീന്ദ്രൻ വിക്രമന്റെ വീട്ടിലെത്തിയത് പരിസരവാസികൾ കണ്ടിരുന്നു. ഇത്തരം സാഹചര്യ തെളിവുകൾ പരിഗണിച്ചാണ് മരണപ്പെട്ടിട്ടുള്ളത് ശശീന്ദ്രനാകാമെന്ന പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുള്ളത്. ഇന്നലെ രാത്രിയിൽ തീ കത്തി. അത് ഇവരറിഞ്ഞ് ഞങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് അതിന് ഉള്ളിലൊരാളുണ്ട് എന്ന് മനസ്സിലാക്കി. അങ്ങനെ ഫയർഫോഴ്സ് വന്ന് അത് കെടുത്തി ആളെ ബോഡി തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് കാണപ്പെട്ടത്. അപ്പോൾ ഇവിടെ താമസിച്ചിരിക്കുന്ന ആളെന്ന് പറയുന്നത് റെജികുമാർ എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ അയാളുടെ ജ്യേഷ്ഠനാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അയാളാണെന്ന് കരുതുന്നു. ബോഡി നമുക്കൊരു ആളെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ കണ്ടു കിട്ടിയിട്ടുണ്ട്. അതപ്പോൾ ബാക്കി പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഇതാരാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. വഴിയരികിൽ കിടക്കുന്ന പ്ലാസ്റ്റിക് സാധനങ്ങളുമൊക്കെ പെറുക്കി വീട്ടിൽ സൂക്ഷിക്കുന്ന പ്രകൃതക്കാരനാണ് വിക്രമനെന്നാണ് പരിസരവാസികൾ നൽകുന്ന വിവരം. ഇക്കാരണം കൊണ്ടുതന്നെ വിക്രമന്റെ വീട്ടിൽ നിറയെ ഇത്തരം വസ്തുക്കൾ ഉണ്ടായിരുന്നുവെന്നും വിവരമുണ്ട്. സംഭവസമയത്ത് വീട്ടിലുണ്ടായിരുന്നുവെന്നു കരുതുന്ന ശശീന്ദ്രൻ രാത്രിയിൽ പടക്കം പൊട്ടിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ പ്ലാസ്റ്റിക് വസ്തുക്കളിൽ തീ പടർന്നതാകാം അപകടത്തിനിടയാക്കിയതെന്നാണ് വിലയിരുത്തൽ. സംഭവസമയത്ത് വിക്രമൻ വീട്ടിലുണ്ടായിരുന്നില്ല എന്നാണ് വിവരം. തീപിടുത്തത്തിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടോയെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനാകൂ. മൃതദേഹം പൂർണ്ണമായി തന്നെ കത്തിക്കരിഞ്ഞ നിലയിലാണ്. വീട്ടിൽ നിന്നും തീയും പുകയും ഉയർന്നതോടെയാണ് സമീപവാസികൾ വിവരമറിഞ്ഞത്. ഉടൻ വിവരം പോലീസിനെയും അഗ്നിരക്ഷാസേനയെയും അറിയിച്ചു. അഗ്നിരക്ഷാസേനയെത്തി തീ അണച്ചു. വീടും ഏറെക്കുറെ കത്തിയമർന്ന നിലയിലാണ്. വീട്ടിനുള്ളിലാണ് മൃതദേഹം കിടന്നിരുന്നത്. വിരലടയാള വിദഗ്ധരും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു. ശാസ്ത്രീയ പരിശോധന ഫലം പുറത്തുവന്നാൽ മാത്രമേ മരിച്ചത് വിക്രമന്റെ സഹോദരൻ ശശീന്ദ്രൻ തന്നെയാണോ എന്ന കാര്യത്തിൽ ഉറപ്പുവരുത്താനാകൂവെന്നും പോലീസ് വ്യക്തമാക്കി. സിറ്റി വിഷൻ, വെള്ളത്തൂവൽ.